friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് പ്രിന്ററായ എപ്സൺ L6460 ആണ് പ്രിന്ററിന്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. അതിൽ എപ്സൺ L6460 സ്കാനർ ഡ്രൈവർ എന്നുള്ളത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ വെബ്സൈറ്റുകൾ കാണാം. അതിൽ ഈ ഫസ്റ്റ് കാണുന്ന സിംഗപ്പൂർ epson.com.sg എന്ന ഈ വെബ്സൈറ്റിലാണ് ഇപ്പോൾ തൽക്കാലം സ്കാനർ ഡ്രൈവർ ഉള്ളത്. ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ .co.in എത്തിയിട്ടില്ല സ്കാനർ ഡ്രൈവർ. അപ്പോൾ ഫസ്റ്റത്തെ വെബ്സൈറ്റ് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എപ്സൺ സിംഗപ്പൂരിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഓപ്പണായി വന്നിട്ടുള്ളത്. അവിടെ പ്രിൻ്ററിൻ്റെ മോഡൽ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നേരെ ഡൗൺലോഡ് സെൻറ്ററിലായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. നെറ്റ് ചെറിയ ഡൗൺ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യുക എന്നുള്ളത്, അതായത് നമ്മളെ വിൻഡോസ് ഏതാണെന്നുള്ളത്. അവിടെ കുറേ വിൻഡോസ് ഉണ്ട്, നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. നിങ്ങളത് ഈ ബ്രാക്കറ്റിൽ ഏതാണോ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ വിൻഡോസ് 10 ആണ്. എൻ്റേത് വിൻഡോസ് 10 64 ബിറ്റാണ്, അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയിട്ടുള്ളത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പം പേജ് ഒന്നുകൂടി റീഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ റീലോഡ് ആയിട്ട് വരും. അവിടെ താഴെ ഉണ്ടാവും ഡ്രൈവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഓക്കെ, അതായത് കണ്ടില്ലേ, ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ. അത് ക്ലിക്ക് ചെയ്ത് അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ആദ്യം നമ്മൾ മസ്റ്റായിട്ട് പ്രിൻ്റർ ഡ്രൈവർ ഫോർ വിൻഡോസ് 64 ഇത് മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. പ്രിൻ്റർ ഡ്രൈവർ ആദ്യം ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ പ്രിൻ്റർ ഡ്രൈവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് സ്കാനർ ഡ്രൈവറാണ് വേണ്ടത്. ഞാൻ സ്കാനർ ഡ്രൈവറിൻ്റെ അവിടെ പോയിട്ട് ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോയി അവിടെ ഈ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഡൗൺലോഡിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ഫയൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആദ്യം അൺസിപ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഡൗൺലോഡ് ചെയ്തത് ഒരു സിപ്പ് ഫയലായിരുന്നു. ഓക്കെ, ഇൻസ്റ്റാളേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ഈ അക്സെപ്റ്റ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് എപ്സൺ സ്കാൻ 2 പറഞ്ഞത്. അപ്പോൾ നമ്മൾ എപ്സൻ്റെ ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ അവിടെ എപ്സൺ സ്കാൻ 2 പറഞ്ഞ ആപ്ലിക്കേഷൻ കണ്ടില്ലേ. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ചില ഡയലോഗ് ബോക്സ് ചില കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത ഉടനെ വരും. അപ്പോൾ അവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് സ്കാനർ സോഫ്റ്റ്വെയറുമായിട്ട് പ്രിൻ്റർ കണക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു ഡോക്യുമെൻറ്റ് ഞാൻ സ്കാനർ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷനിലൊരു ചെറിയൊരു ഡീപ്പായിട്ടുള്ള വീഡിയോ ഞാൻ മറ്റൊരു ഇതിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ ഇതിൽ കാര്യമായിട്ട് നമുക്ക് മാറ്റം വരുത്താനുള്ള റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ താഴെ ഏത് ഫോർമാറ്റിൽ സേവ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ താഴെ എവിടെയാണ് ഈ ഫോൾഡർ എന്നുള്ളത് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്.
പ്രിവ്യൂ സ്കാൻ രണ്ട് ഓപ്ഷൻ ഉണ്ട്. പ്രിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെച്ച മാറ്റർ കാണാൻ കഴിയും, ചെറിയ രീതിയിൽ ക്രോപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ പ്രിവ്യൂ ഒരിക്കലും സേവ് അല്ല. സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സ്കാൻ എന്നുള്ളത് തന്നെ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനവിടെ സ്കാനർ ഗ്ലാസ്സിലൊരു ഡോക്യുമെൻ്റ് വെച്ചിട്ടുണ്ട്, അതാണ് ഈ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഫയൽ ഓപ്പണായി. ഇവിടെ ലാസ്റ്റ് ഇതിൽ കുറേ ഫയലുണ്ട്. ഇതിൽ ഞാനിവിടെ ലാസ്റ്റ് ആയിട്ട് കാണുന്നതാണ് നമ്മളിപ്പോൾ സ്കാൻ ചെയ്തത്. ഞാൻ ജസ്റ്റ് ക്ലിക്ക് എടുത്തപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഡാർക്കിൽ വരാൻ കാരണം നമ്മുടെ സെറ്റിങ്സിൽ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള മോഡൽ സ്കാൻ ചെയ്തതുകൊണ്ടാണ്. കണ്ടില്ലേ ഇവിടെ. ഇത് നിങ്ങൾ ഓട്ടോ എന്നോ അല്ലെങ്കിൽ കളറോ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നല്ല ക്ലിയറിൽ സ്കാൻ ആവുന്നതാണ്. ഞാനിപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ പ്രിവ്യൂ കാണിച്ചു തരാം. കണ്ടില്ലേ, പ്രിവ്യൂ നമ്മളവിടെ ഇമേജ് ടൈപ്പ് എന്നുള്ളത് കളർ അല്ലെങ്കിൽ ഓട്ടോ കൊടുത്തപ്പോൾ നമ്മൾ ഒറിജിനൽ ഡോക്യുമെൻ്റ് നല്ല കളറായിട്ട് തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.